ഗൈസ് പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. സോ ഗൈസ് നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിൽ ഫുഡ് അടിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് റൺവേ കഫേയിലാണ്. പിന്നെ ഇവിടെ ടേക്ക് ഓഫ് കഫേ ഉണ്ട്, കണ്ടോ ഗൈസ്. പിന്നെ ഇപ്പുറ സൈഡിലാണ് നമ്മുടെ റൺവേ വരുന്നത്. അതായത് ഈ ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. റൺവേയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഒറ്റ പോക്കിൽ പൊന്തുന്നതായിരിക്കും. സോ അതായത് നമ്മുടെ അജാക്സ് ബ്രോയും മമ്മിയും അത് കാണാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ? ടേക്ക് ഓഫ് കാണാൻ വേണ്ടി നിൽക്കുകയാണോ? ടേക്ക് ഓഫ് എടുക്കുന്നില്ല ഗൈസ്, ഇൻഡിഗോ ആയതുകൊണ്ട് ലാഗ് അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് റേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ പോവും. അയ്യോ കാണാണ്ടായി ഗൈസ്, അപ്പുറത്തേക്ക് കാണുന്നില്ല. ഇപ്പോൾ പൊന്തെന്ത് കാണിച്ചു തരാം. ഇനി എൻ്റെ പൊങ്ങണില്ല, ഇപ്പോൾ പൊങ്ങും ഗൈസ്. കണ്ടോ ഗൈസ്, പൊങ്ങി 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 പോയി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് കടയിൽ കയറി ഫുഡ് അടിക്കാം ഗൈസ്. സോ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ റൺവേ കഫേയുടെ എൻട്രൻസ്. നമുക്ക് താഴെ മുകളിലൊക്കെ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് കയറട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട്. സോ മുകളിൽ ഇതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ മസാല ഷവായി വന്നിട്ടുണ്ട്. മസാല ഷവായി നല്ലോണം മസാലയും നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. സോ അതിൻ്റെ കൂടെ നമുക്ക് റുമാലി റൊട്ടിയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ അടുത്ത സാധനം പെരി പെരി ഫ്രൈസ് ആയിരുന്നു. സോ പെരി പെരി ഫ്രൈസിൽ നമുക്കൊരു തന്തൂരിയും മയോണീസും പിന്നെ ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവങ്ങൾ. സോ നമുക്ക് എന്തായാലും നമ്മുടെ മസാല ഷവായി എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വലിച്ചെടുത്തിട്ട് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു, ബട്ട് ഉള്ളിൽ സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ മസാല ഒരു രക്ഷയില്ല, ഭയങ്കര എരിവും നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. മസാല നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ റുമാലി റൊട്ടി പൊട്ടിച്ച് പിന്നെ ഇച്ചിരി മയോണീസൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ നമ്മൾ ഒരു പിടി പിടിക്കുകയാണ് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. മസാല ഷവായി ആദ്യമായിട്ട് കഴിക്കണുണ്ടാകുന്നോന്ന് അറിയില്ല, ബട്ട് സംഭവം കൊള്ളാം. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷവർമ പ്ലേറ്റ് ആയിരുന്നു. ചീസി ഷവർമ പ്ലേറ്റാണ്. സോ അതിപ്പോൾ തുറന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടിലാണ് കിട്ടി. സോ ഗൈസ് നല്ല ചീസിൻ്റെ സ്ലൈസൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ബട്ട് ആ ചീസിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതേ സമയത്താണ് നമ്മുടെ രണ്ട് ഫ്രഷ് ലൈം പറഞ്ഞത് മിൻറ്റ് ലൈം പറഞ്ഞത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിനി ഷവർമ ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഷവർമ പ്ലേറ്റ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയാൽ നല്ലൊരു അടിപൊളി സംഭവമായിട്ട് തോന്നിയിട്ടോ. ആ ചീസൊക്കെ ആയി വരുമ്പോൾ നമ്മുടെ ഷവർമയ്ക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റും കാര്യങ്ങളും നല്ല ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചിക്കൻ്റെ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പെരി പെരി ഫ്രൈസ് ഈ ഒരു മയോണീസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി മയോണീസായിരുന്നു. പെരി ഫ്രൈ ഫ്രൈസ് നല്ല അടിപൊളി ക്രഞ്ചി ആയിട്ടുള്ള സെറ്റ് സാധനമായിരുന്നു. റൺവേ കഫേ ഒരു അടിപൊളി കഫേയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ നമുക്ക് ഷവർമ, റാപ്പ്, പിന്നെ നമ്മുടെ ഷവായി, അൽഫാം സംഭവങ്ങളൊക്കെ തന്നെ കിട്ടും. പിന്നെ നമുക്ക് ചെറുതായിട്ട് വെറുതെ ചായയും കടിയൊക്കെ കഴിച്ച് റൺവേയിൽ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾ ആ ഒരു റൂട്ടിലേക്ക് പോകേണ്ടി വരും. ആ റൂട്ടിലൂടെ പോകാനുള്ള വലിയ ചാൻസ് ഒന്നുമില്ല. സോ നിങ്ങളവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം വൈബ് അടിച്ച് ഒരു വൈകിട്ട് പോവുകയാണെങ്കിൽ വൈബ് അടിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ വയ്യ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റിയൊരു നൈസ് സ്പോട്ടാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കിയാൽ ഞാൻ എന്തായാലും ലൊക്കേഷൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ആൻഡ് ബൈ. നാല് അടിപൊളി വ്ളോഗായിരുന്നു എല്ലാവർക്കും. ബൈ.